അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന കാണിക്കുന്ന ഇതിൽ 1 കപ്പ് ഷുഗർ എടുത്തേക്ക്, ഇത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, ഇത് 3, പിന്നെ 1 മുട്ട. ഇത് ഞാൻ കുറച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 1 മുട്ട ആ 1 കപ്പിലത്തെ അളവിനേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് ഷുഗറിന് 1 മുട്ട ശരിക്കുണ്ട്. അത് മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ ശേഷം പിന്നെ അതിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ ഈ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറെല്ലാം അത് ഇട്ടേക്ക്. അതെല്ലാം കുറച്ച് കാരണം കുറച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 കപ്പ് വെണ്ണ, ബട്ടർ കേട്ടോ, അതും ഇട്ടിട്ട് പിന്നെ 1 കപ്പ് മൈദപ്പൊടി, അതും നമ്മൾ ഈ മിക്സി ജാറിൽ ഇട്ടിട്ട് കുറച്ച് 1/4 ടീസ്പൂൺ വെനില എസൻസ് ഇട്ടിട്ട് നല്ലെണ്ണം മിക്സി ഒന്ന് ഇത് ചെയ്താൽ ഓട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നൈസായിട്ട് അരഞ്ഞു കിട്ടി കേട്ടോ, ഫ്ലഫി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു സാധാരണ വീട്ടിൽ നമ്മൾ ഈ കറിയെല്ലാം ഒഴിക്കാനായിട്ട് വിത്തുന്ന പാത്രങ്ങളില്ലേ, ഏത് പാത്രമായാലും ശരി, സിൽവറിൻ്റെ, അതെടുത്തിട്ട് ഇതുപോലെ പേപ്പർ ഉണ്ടെങ്കിൽ, അതായത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിന് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെക്കുക. ഇല്ലെങ്കിൽ ആ വെണ്ണ അങ്ങനെ തടയി കൊടുത്താൽ മതി, എല്ലാം തേച്ച് കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തും തേച്ച് കഴിഞ്ഞാൽ അത് ഒട്ടാണ്ടിരിക്കാനാണ്. പേപ്പർ വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വേഗം എടുക്കാൻ പറ്റും. പേപ്പർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് 4 ഭാഗത്തും ആ വെണ്ണ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ബ്രഷ് ചെയ്ത് വിട്ടിട്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച സാധനമല്ലേ, മൈദപ്പൊടിയും പഞ്ചസാരയെല്ലാം, അത് ഇതിലേക്ക് ഒഴിച്ച് വെക്കുക. ഓക്കെ, ഇപ്പോൾ അത് ഞാൻ പേപ്പറെല്ലാം റൗണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഷേപ്പിൽ കട്ട് ചെയ്യണം, കുറച്ച് വലുതായിട്ട് വെച്ചിക്കുക, കാരണം അത് ഉള്ളിൽ വീത്തിയതിൻ്റെ ശേഷം പിന്നെ സൈഡ് കട്ട് ചെയ്യുക വിചാരിച്ചിട്ട് അങ്ങനെ വീത്തിക്കുക. ഇതാ ഇപ്പോൾ എല്ലാം ഒഴിച്ച് കഴിഞ്ഞ് നടുക്ക് അത് ഒഴിച്ചിട്ട് കുറച്ച് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. എങ്ങനെയായാലും കുറച്ച് നടുക്ക് ഇതാ ഇങ്ങനെ തട്ടിയാൽ പണി കഴിഞ്ഞ്. ഇപ്പോൾ ഇതിൽ കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്, വെറും കുക്കർ. അതിൻ്റെ ഉള്ളിൽ ഉപ്പും ഒന്നും ഇടുന്നില്ല കേട്ടോ, മണൽ ഉപ്പും ഒന്നും ഇടുന്നില്ല. ഇപ്പോൾ കുറച്ച് ചൂടായതിൻ്റെ ശേഷം ഈ പാത്രം ഒന്ന് അങ്ങനെ അതിൻ്റെ അകത്ത് ഇറക്കി കൊടുത്തേക്ക്, നല്ലോണം. കൈ ചൂടാകരുത്, കുക്കർ ചൂടുണ്ട് നോക്കിയിട്ട്. എന്നിട്ട് നമ്മളത് മൂടിയാൽ മതി. മൂടിയിട്ട് ഈ വെയിറ്റ് ഇടരുത് കേട്ടോ, അതിൻ്റെ തൊപ്പി ഇടാൻ പാടില്ല. ബെൽറ്റ് വേണം, ഗ്യാസ്കറ്റ് പറയല്ലോ, അത് സാധനം വേണം. ബട്ട് വെയിറ്റ് ഇടാൻ പാടില്ല, സിമ്മിലേ വെക്കണം. 15 നിമിഷത്തിൽ ഇതായി റെഡിയായി കേട്ടോ. കുറച്ചായത് കൊണ്ടിട്ട് വേഗം വെന്ത്. ഇപ്പം നിങ്ങൾ ജാസ്തി മുട്ടയും പഞ്ചസാരെല്ലാം ഇടുന്നുണ്ടെങ്കിൽ എല്ലാം ജാസ്തി ഇൻക്രീസ് ചെയ്യണം. ഇപ്പം ഞാൻ 1 കപ്പിൻ്റെ അളവിനെടുത്തപ്പോൾ എല്ലാം ഒരേ കപ്പ് എടുത്ത്. ഇപ്പം നിങ്ങൾ ജാസ്തി ചെയ്യുമ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്തോ കേട്ടോ എല്ലാ സാധനം. ഇതാ കേക്ക് റെഡിയായി. ഒരു 15 മിനിറ്റിൽ വീട്ടിലത്തെ സാധനം കൊണ്ട് കേക്ക് റെഡിയാക്കി കഴിഞ്ഞ് കണ്ട. ഇനി അത് പേപ്പർ എടുത്താൽ മതി. ഇത് ചിലയിടത്ത് ഇങ്ങനെ കരിയാൻ കാരണം നമ്മൾ ഗ്യാസ് സിമ്മാക്കിയാലും ചില സ്ഥലത്ത് ഗ്യാസ് അത് ഇന്നൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കിട്ടിക്കണ്ട. ഇനി വലിയ അടുപ്പിൽ വെച്ചുകൊണ്ടിട്ട് ഇത്ര കരിഞ്ഞ് പോയി, കുറച്ച് കരിഞ്ഞിക്ക്. ഇതൊന്നും പ്രശ്നമില്ല, നമുക്ക് കഴിക്കാം. ഇപ്പോൾ നമ്മൾ ക്രീം ഇടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആ സൈഡ് ഈ സൈഡെല്ലാം കട്ട് ചെയ്ത് നല്ല ഇത് ചെയ്യും, ഡെക്കറേഷൻ ചെയ്യും. അത് ഒരിക്കൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ക്രീം ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഓർഡിനറി ടീ കേക്കാണ് ചെയ്ത് കണ്ട. ഇത്രയേ ഉള്ളൂ, 1 കപ്പിലാണ് ചെയ്തിക്കിത്. ഇത്ര ചെറുതായിട്ട് കറക്റ്റായിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ഇത് മതി നമുക്ക്. കണ്ട എത്ര സോഫ്റ്റായിട്ടുണ്ട് കണ്ട. ഇപ്പം മക്കൾക്ക് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ വെണ്ണ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇക്കാലത്ത് ബെസ്റ്റ്. പിന്നെ പണിക്ക് പോകുന്നവർക്കൊന്നും വാങ്ങാൻ സമയം ഉണ്ടാവില്ല ചിലവർക്ക്. വീട്ടിലുണ്ട ആൾക്കാർക്ക് ഇതൊന്ന് ഇടയ്ക്ക് ഒരു ഞായറാഴ്ച അങ്ങനെയെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കുക. ചെറിയ കുട്ടികളുണ്ടവർക്ക് അധികം പുറത്തുനിന്ന് വാങ്ങാണ്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് ബെസ്റ്റ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി കണ്ട എത്ര സോഫ്റ്റ് കണ്ട. ഇതിങ്ങനെ പൊന്തിയിട്ടുണ്ടാകും, അത് സാരമില്ല. ഓക്കെ.